ഓർമ്മയിൽ ഒളിമങ്ങാത്തൊരു ക്രിക്കറ്റ് ചിത്രം. അർദ്ധനഗ്നനായ സൗരവ് ഗാംഗുലി. തുടർച്ചയായ 9 ഫൈനലുകളിൽ തോറ്റ ഇന്ത്യ ലോർഡ്സിൽ നടക്കുന്ന 10ാം ഫൈനലിൽ ഇറങ്ങുമ്പോൾ പരാജയഭീതി കലശലായിരുന്നു. ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സ് 326 എന്ന വലിയ ടാർഗറ്റ് നൽകിയപ്പോൾ ആ ഭയം ഇരട്ടിയായി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യൻ ഓപ്പണർമാർ അടിച്ചു തുടങ്ങിയെങ്കിലും 106 നിൽക്കെ ഗാംഗുലി പുറത്തായതിനു പിന്നാലെ സെവാഗും സച്ചിനും ദ്രാവിഡുമൊക്കെ ഒന്നൊന്നായി കൂടാരം കയറി. ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ സ്കോർ കാർഡ് 146 റൺസിന് 5 വിക്കറ്റ് എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. അത്ഭുതം സംഭവിക്കാതെ ഇന്ത്യ ഇനി ജയിക്കില്ലെന്ന് ആരാധകർ കണക്കുകൂട്ടിയ നിമിഷം യുവരാജും മുഹമ്മദ് കൈഫും ക്രീസിൽ ഒത്തുചേർന്നു. 26 ഓവറും 4 പന്തും ക്രീസിൽ അവർ ഒരുമിച്ച് നേരിട്ടു. 106 പന്തിൽ 121 റൺസ് നേടിയ ശേഷം സ്കോർ 267 നിൽക്കെ യുവരാജ് ഔട്ടായെങ്കിലും മുഹമ്മദ് കൈഫ് വിടാൻ ഒരുക്കമായിരുന്നില്ല. പോരാട്ട വീര്യം വിടാതെ എത്തിയ ഹർഭജനും സഹീർ ഖാനുമൊപ്പം മുഹമ്മദ് കൈഫ് അത് നേടുമ്പോൾ ലോർഡ്സിന്റെ ഗാലറിയിൽ ഒരാൾ ഇട്ടിരുന്ന ടീഷർട്ട് ഊരി വിജയ പതാകയാക്കി ആഘോഷിച്ചപ്പോൾ ത്രസിച്ചത് ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരായിരുന്നു. ഓർമ്മയിൽ ഒളിമങ്ങാതെ ആ ഒരു ചിത്രം സമ്മാനിച്ച നാറ്റ് വെസ്റ്റ് ട്രോഫിയുടെ ഫൈനൽ വിജയത്തിളക്കം ഏതൊരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയുടെയും ആത്മഹർഷത്തിന്റെ ആവർത്തിക്കുന്ന ആന്തോളന ചിത്രം കൂടിയാണ്.